ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നലെ നടന്ന അസിസ്റ്റന്റ് കമ്പൈലർ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? ഓപ്ഷൻ ബി 3-1-4-2. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം ഉടമ്പടി, കുണ്ടറ വിളംബരം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721, കുളച്ചൽ യുദ്ധം 1741, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792, കുണ്ടറ വിളംബരം 1809. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിൻ, ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളീവർ, റഷ്യൻ വിപ്ലവം ട്രോസ്കി. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2-4. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 1857 കലാപത്തിനു ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഗം ഹസ്രത്ത് മഹൽ കലാപം നയിച്ച സ്ഥലം ലക്നൗ ആണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 2. 1950 ജാനുവരി 3 തൃപ്പടിദാനം നടത്തി. 3. ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചു. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ഈ ക്വസ്റ്റ്യനിലൊരു ഡൗട്ടുണ്ട്. തൃപ്പടിദാനം നടന്നത് 1750 ജാനുവരി 3 പ്രൊവിഷണൽ ആൻസർ കീയിൽ ഇങ്ങനെ ഓപ്ഷൻ ഡി ഈ പ്രസ്താവനകളെല്ലാം ശരിയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീ വരുമ്പം ചിലപ്പോൾ ചേഞ്ച് ആവുമായിരിക്കണം. അതോ ഇനിയിപ്പോൾ 1950 തൃപ്പടിദാനം വേറെ തൃപ്പടിദാനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഫൈനൽ ആൻസർ കീ വരുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന ആണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി 2 മാത്രം. ശരിയായ പ്രസ്താവനകൾ: അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഓവർലാപ്പോടു കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ താപീയ മധ്യരേഖ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ്. ഇത് ഞാനുണ്ടല്ലോ ഓർക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഇക്കായും ലിപുലേഖിലെ ഇക്കായും വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം ടിബറ്റാണ്. സോജില ബന്ധിപ്പിക്കുന്നത് കാർഗിലിനെയും ശ്രീനഗറിനെയും തമ്മിലാണ്. ഷിപ്കില ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശ് ടിബറ്റിനെയാണ്. പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക്. 2. ആസ്ഥാനം മുംബൈ. 3. ശിവരാമൻ കമ്മിറ്റി. 4. 1982 സ്ഥാപിച്ചു. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനയും ശരിയാണ്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966-69. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി 1, 3 മാത്രം. അതായത് താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി, രാഷ്ട്രീയപരമായ വിധേയത്വം. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, തൊഴിൽ വൈദഗ്ധ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ IAS. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? 2ാം വായന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ഓപ്ഷൻ ഡി 2, 1 മാത്രം. ശരിയായ വസ്തുതകൾ: യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരം ഉള്ളൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക. പോലീസ് സംസ്ഥാന ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ് ഉൾപ്പെടുന്നത്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് പാർലമെൻറ്റിനാണ് അധികാരമുള്ളത്. പാർലമെൻറ്റിൻ്റെ ഈ അധികാരത്തിനെ അവശിഷ്ട അധികാരം അല്ലെങ്കിൽ റെസിഡ്യൂവറി പവേഴ്സ് എന്ന് പറയുന്നു. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? രംഗശ്രീ. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ആണ്? 1. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല. 2. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. 3. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ആണ്. 4. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അതായത് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 14, നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? പ്രാഥമിക ഉപഭോക്താക്കൾ. ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ജീൻ ബാങ്കുകൾ. ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ. ഹീമോഡയാലിസിസിൽ
രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേര് എന്താ? ഹെപ്പാരിൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ശ്രീമൻ നാരായണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? അഡ്ഹിഷൻ ബലം. ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? 11.2 km/s. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ചവണ. ഒന്നാം വർഗ ഉത്തോലകമാണ് കത്രിക. രണ്ടാം വർഗ ഉത്തോലകങ്ങളാണ് നാരങ്ങാഞ്ഞെക്കി, ബോട്ടിൽ ഓപ്പണർ. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഇന്ത്യ. ഒരു ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണമാണ് ZnO, സിങ്ക് ഓക്സൈഡ്. കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? Hg, മെർക്കുറി. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ബോയിൽ നിയമം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം നിയോഡിമിയം. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം വെങ്ങാനൂരാണ്. ഇനി ശരിയായ പ്രസ്താവനകളൊന്ന് നോക്കാം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? PT ഉഷ. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? സുഹറ എൻ്റുപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നേ. സുഹറ ബാല്യകാല സഖിയാണ്. ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ കഥാപാത്രമാണ് സുഹറ. ഇനി ശരിയായ ജോഡികളൊന്ന് നോക്കാം. സേതു കാലം, രവി ഖസാക്കിൻ്റെ ഇതിഹാസം, പപ്പു ഓടയിൽ നിന്ന്. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? മൈക്കലാഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? അഖിൽ P. ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? വിൻഡോസ്. ഇ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ സി, only 1 and 2. ശരിയായ പ്രസ്താവനകൾ: ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഗേറ്റ്വേ. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? വിവരാവകാശം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഗാർഹിക അതിക്രമണങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഓപ്ഷൻസ്: എ ഭാര്യയും ഭർത്താവും,
ബി രക്തബന്ധമുള്ള വ്യക്തികൾ, സി വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മുകളിൽ പറഞ്ഞവരെല്ലാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ഓപ്ഷൻസും പറഞ്ഞു പോവാണേ. 51 ബി, 52 സി, 53 ഡി, 54 എ, 55 എ, 56 ബി, 57 ഡി, 58 സി, 59 എ, 60 ബി. 81 സി, 82 ഡി, 83 ബി, 88 ബി, 89 ഡി, 90 എ, 91 ബി, 92 ബി, 93 ഡി, 94 ബി, 95 എ, 96 സി, 97 ഡി, 98 ബി, 99 ബി, 100 എ. മലയാളവും ഇംഗ്ലീഷും സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്